all, welcome back to our channel Easy Homework. ഞാൻ കൃഷ്ണ. ഇനി ഞാൻ ക്ലാസ് 6ന്റെ 9th ചാപ്റ്റർ ഡേറ്റ ഹാൻഡ്ലിംഗ് പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 1ലെ 9.1 എക്സസൈസിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 3 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. സോ അത് ഫുള്ള് ചെയ്യുക, കാണുക, കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പാർട്ട് 2 കാണുക. ഓക്കെ, എന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലാസ് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. നോക്കേ, 4th ക്വസ്റ്റ്യൻ ആണ്. എന്താ 4th ക്വസ്റ്റ്യൻ? Following pictograph shows the number of tractors in 5 villages. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പിക്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ ഡേറ്റാസിനെ ഒരു പിക്ചർ വെച്ച് എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ട്രാക്ടേഴ്സിന്റെ പടം കൊടുത്തിട്ടുണ്ട്, അവിടെ അതിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യാ, കൗണ്ട് ചെയ്ത് എഴുതിയിട്ടേ ഉള്ളൂ. സോ വില്ലേജ് എ ടു ഇ, വില്ലേജ് എ ബി സി ഡി ഇ 5 വില്ലേജിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്ത് എഴുതുക ആദ്യം. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇവിടെ നോക്കിയേ, വില്ലേജ് എയിൽ എത്ര ട്രാക്ടേഴ്സ് ആണുള്ളത്? കൗണ്ട് ചെയ്ത് എഴുതുക. 6 ആണ് വരുന്നത്. വില്ലേജ് ബിയില് 5, വില്ലേജ് സിയില് 8, ഡിയില് 3 ആൻഡ് വില്ലേജ് ഇയില് 6 ട്രാക്ടേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതെല്ലാം എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യണം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, ഒബ്സർവ് ദ പിക്ടോഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വില്ലേജ് ഹാസ് ദ മിനിമം നമ്പർ ഓഫ് ട്രാക്ടേഴ്സ്. മിനിമം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കുറവ് നമ്പർ അല്ലെ. മിനിമം നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ഉള്ളത് ഇവിടെ ഏത് വില്ലേജിലാണ്? 5 വില്ലേജിന്റെ കാര്യം പറഞ്ഞിട്ട് ഏറ്റവും ചെറിയ നമ്പർ ഇവിടെ ഏതാണ്? 3 അല്ലേ. അപ്പൊ ഏറ്റവും കുറവ് ട്രാക്ടർ ഉള്ള ആർക്കാണ്? വില്ലേജ് ഡിക്കാണ് അല്ലെ. സോ ഇവിടെ ആരാണ് ആൻസറും? വില്ലേജ് ഡി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, മാക്സിമം നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ഏത് വില്ലേജിനാണ്? മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടിയ നമ്പർ ഏതാണ്? 8 അല്ലേ. സോ അത് ഏത് വില്ലേജ് ആണ്? വില്ലേജ് സി. സോ മിനിമം നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ഉള്ളത് വില്ലേജ് ഡിക്കും മാക്സിമം നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ഉള്ളത് വില്ലേജ് സിക്കും ആണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി മോർ ട്രാക്ടേഴ്സ് വില്ലേജ് സി ഹാസ് ആസ് കമ്പയർഡ് ടു വില്ലേജ് ബി? ഏതൊക്കെയാണ്? വില്ലേജ് ബിക്കുള്ളത് എത്രയാണ്? ബിക്ക് എത്രയാ? 5 ട്രാക്ടർ ഉണ്ട്. സിക്ക് ആണെങ്കിലോ 8 ട്രാക്ടർ ആണ് ഉള്ളത്. ഓക്കെ, ഇനി ബിയും സിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ആർക്കാണ് എന്ത് കൂടുതൽ ട്രാക്ടേഴ്സ് ഉള്ളത്? ആർക്കാണ് ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, സിക്കാണ് എന്ത് ട്രാക്ടേഴ്സ് കൂടുതലായിട്ടുള്ളത്. എത്രയാണ് കൂടുതൽ? ബിക്ക് 5 ഉണ്ട്, സിക്ക് 8 ഉണ്ട്. എത്രയാ കൂടുതലെന്ന് നോക്കിയാൽ എന്താ പറയാ? 8 - 5 = 3. അപ്പോ ബിയെക്കാളും 3 ട്രാക്ടേഴ്സ് ആർക്ക് കൂടുതലാണ്? ഇവിടെ സിക്ക് കൂടുതലാണ്. മനസ്സിലായോ? സോ എത്രയാ? 3 ട്രാക്ടേഴ്സ് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ഇൻ ഓൾ ദ 5 വില്ലേജസ്? ഈ എല്ലാ വില്ലേജസിനും കൂടെ ടോട്ടൽ എത്ര ട്രാക്ടേഴ്സ് ഉണ്ട്? ടോട്ടൽ എത്ര ട്രാക്ടേഴ്സ് ഉണ്ട്? എന്ത് ചെയ്യാ? എല്ലാം കൂടെ സം ചെയ്യാം. ഓക്കെ, 6 + 5 എത്രയാ വരുന്നത്? 11. 11 + 8 എന്ന് പറയുന്നത് എത്രയാ? 19. 19 + 3 എന്ന് പറയുന്നത് 22. 22 + 6 എന്ന് പറയുന്നത് എത്ര വരും? 28 എന്ന് വരും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് എത്രയാണ് വരുന്നത്? ഇവിടെ 28 എന്നാണ് വന്നേക്കുന്നത്. ക്ലിയർ ആയല്ലോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണ് തന്നിരിക്കുന്ന ട്രാക്ടേഴ്സിന്റെ എണ്ണം എടുത്ത് എഴുതുക, കൗണ്ട് ചെയ്ത് എഴുതുക. അപ്പൊ വില്ലേജ് എ മുതൽ ഇ വരെയുള്ള ട്രാക്ടേഴ്സിന്റെ എണ്ണം നമ്മൾ ഇവിടെ എഴുതി. ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് ഓരോന്നോരോന്നായിട്ട് വായിച്ച് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. മിനിമം നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലേ, ഇതിൽ ഏതാണ് ചെറിയ നമ്പർ അത് നോക്കിയിട്ട് എഴുതണം. മാക്സിമം ഏതാണ്, വലിയ നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് അതിന് നേരെയുള്ള വില്ലേജ് ഏതാ കൊടുത്തേക്കുന്നത് അത് ആൻസർ എഴുതണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സിയെക്കാളും ബിക്ക് എത്ര കൂടുതലാണ്, അല്ല ബിയെക്കാളും സിക്ക് എത്ര ട്രാക്ടേഴ്സ് ആണ് കൂടുതൽ വന്നേക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യാ? രണ്ടും കൂടെ മൈനസ് ചെയ്യുക. അപ്പൊ ആൻസർ കിട്ടുന്നത് 3. അപ്പൊ കാണുമ്പോ തന്നെ അറിയാലോ, ബിക്ക് 5 ആണുള്ളത്, സിക്ക് 8 ആണ്. അങ്ങനെ 5-നേക്കാൾ എത്രയാ കൂടുതൽ? 3 ട്രാക്ടേഴ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് വന്നേക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ എല്ലാ വില്ലേജസിനും കൂടെ ടോട്ടൽ എത്ര ട്രാക്ടേഴ്സ് ഉണ്ട്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? 5th ക്വസ്റ്റ്യൻ നോക്കാം. സോ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിയേ, എന്താ കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യനില്? ദ നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻസ് ഇൻ ഈച്ച് ക്ലാസ് ഓഫ് എ കോ എഡ്യൂക്കേഷണൽ മിഡിൽ സ്കൂൾ ഈസ് ഡെപിക്റ്റഡ് ബൈ ദ പിക്ടോഗ്രാഫ്. പിക്ടോഗ്രാഫിൽ എന്താ കാണിച്ചേക്കുന്നത്? ക്ലാസ് 1 to 8 കുട്ടികളുടെ എണ്ണമാണ് കാണിച്ചേക്കുന്നത്. നമ്പർ ഓഫ് ഗേൾസ്. ഓക്കെ, ഗേൾസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, ക്ലാസ്സസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞ് എന്താ ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതില് ഈ ഒരു ഹെഡ് കാണിച്ചിട്ട് 4 ഗേൾസ് എന്ന് കൊടുത്തിട്ടില്ലേ? അതായത് എന്താണ്? ക്ലാസ് 1 ഒന്ന് നോക്കിയേ, ക്ലാസ് 1ൽ എത്ര ഹെഡ് കൊടുത്തിട്ടുണ്ട്? 4, 5, 6 ഹെഡാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഗേൾസിനെയാണ് പറയുന്നത്.
ഒരു ഹെഡ് എന്ന് പറയുന്നത് 4 ഗേൾസ്. അതുപോലെ 6 ഹെഡ് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഗേൾസ് ഉണ്ടായിരിക്കും? 6 into 4 ഈക്വൽ ടു 24 ഗേൾസ് ആണുള്ളത്. ഏതില്? ക്ലാസ് 1-ല്. മനസ്സിലായോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹെഡ് കാണിച്ചിട്ട് ഒരു ഹെഡ് എന്തിന് ഈക്വൽ എന്നാ പറഞ്ഞേക്കുന്നത്? 4 ഗേൾസിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആണല്ലോ. അപ്പൊ ക്ലാസ് 1-ല് 6 ഹെഡാണ് കാണിച്ചേക്കുന്നത്. 6 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? 4 ഗേൾസ് ഉണ്ട്. അപ്പൊ 6 ഹെഡ് എന്ന് പറഞ്ഞാൽ 6 into 4 ഗേൾസ് ആണല്ലോ. അപ്പൊ എത്ര വരും ഇവിടെ? 24 ഗേൾസ് എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്രയാണ്? 5 ഹെഡാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പൊ ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ 4 ഗേൾസ്. 5 ഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 into 4 എത്ര വരും? 20 ഗേൾസ് എന്ന് വരും. മനസ്സിലായോ? ഇത് നിങ്ങൾ എല്ലാം എടുത്തെഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത് അതിന് മാത്രം ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അല്ല എല്ലാം കൂടെ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. അപ്പൊ ഞാൻ കാണിച്ചു തന്നതാണ്. ഒന്നുകൂടെ പറയാം. എന്താണ്? ക്ലാസ് 3-ൽ എത്രയാണ്? 5 ഹെഡാണ് തന്നിരിക്കുന്നത്. ആണല്ലോ. ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 കുട്ടികളാണ് ഇരിക്കുന്നത്, 4 ഗേൾ ഉണ്ട്. ഓക്കെ, അപ്പൊ 5 ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 5 into 4 ഈക്വൽ ടു എന്താണ്? 20 ഗേൾസ്. മനസ്സിലായോ? ഓക്കെ, ഞാൻ എല്ലാം എഴുതിയേക്കാം. 4th സ്റ്റാൻഡേർഡിൽ എത്രയാണ്? 4 ഹെഡാണ്. സോ 4 into 4 ഈക്വൽ ടു 16 ഹെഡ്സ്. ദെൻ 16 ഗേൾസ്. അടുത്ത ക്ലാസ് 5-ല് 3 ഹെഡാണ്. സോ 3 into 4 ഈക്വൽ ടു 12. അടുത്ത ക്ലാസ് 6-ൽ എത്രയാണ്? 4 ഹെഡാണ്. സോ 4 into 4 ഈക്വൽ ടു 16. ദെൻ ക്ലാസ് 7-ൽ എത്രയാണ്? 3 ഹെഡ്. 3 into 4 ഈക്വൽ ടു 12. ക്ലാസ് 8-ല് 2 ഹെഡ്. സോ 2 into 4 ഈക്വൽ ടു 8. എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ? ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അവിടെ 4 ഗേൾ എന്നാണ് തന്നേക്കുന്നത്. ഒരു ഹെഡിന് തുല്യം 4 ഗേൾ ആണ്. സോ ഇവിടെ 6 ഹെഡ് ഉണ്ടെങ്കിൽ 6 into 4 അപ്പൊ എത്ര വരും? 24 എന്ന് വരും. അപ്പൊ ഇതാണ് എന്ത്? ഗേൾസിന്റെ എണ്ണം പറഞ്ഞേക്കുന്നത് ഓരോ ക്ലാസ്സിലും 1 to 8 വരെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which class has the minimum number of girl students? Minimum number of girl students ഇതിൽ ഏതാണ്? നോക്കി, ഇതിൽ ഏതാണ് മിനിമം? ഏതാണ്? 8. ഏതാണ്? അത് ഏത് ക്ലാസ്സിലുള്ളതാ കുട്ടിയാണ്? 8th സ്റ്റാൻഡേർഡ്. അപ്പൊ നമുക്ക് ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയാൽ മതി. എത്ര ഹെഡ് ഉണ്ട്? 2 ഹെഡ്. ബാക്കി എല്ലായിടം 3, 4, 4, 5, 5, 6 ഇങ്ങനെയല്ലേ? അപ്പൊ ഹെഡ് ഏറ്റവും കുറവുള്ളതായിരിക്കും എന്ത്? അവിടെ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ നമുക്ക് എഴുതാമല്ലോ. അതാ ഞാൻ പറഞ്ഞ ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ക്ലാസ് ഹാസ് ദ മിനിമം നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻസ്? ഏതാണ്? ക്ലാസ് 8. അപ്പൊ ഫസ്റ്റ് എയുടെ ആൻസർ ക്ലാസ് 8 ആണ്. ബി എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് 6 ലെസ് ദാൻ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് 5? ക്ലാസ് 5 നോക്കി, എത്ര പേരുള്ളത്? 5-ല് 12 ആണല്ലോ. ദെൻ 5 and 6 അല്ലേ ചോദിച്ചത്? 6-ൽ എത്രയാണ്? 12ഉം 16ഉം. ക്ലാസ് 5ഉം ക്ലാസ് 6ഉം. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് 6 ലെസ് ദാൻ 5-നെക്കാളും ലെസ് ആണോ 6 എന്നാണ് ചോദിച്ചേക്കുന്നത്. ആണോ? 5-ൽ എത്ര പേരുള്ളത്? 12ഉം 6-ൽ എത്രയാണ്? 16 ഉണ്ട്. അപ്പൊ ലെസ് ആണോ? അല്ല. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ? നോ അല്ലെ? എന്താണ്? ക്ലാസ് 5-നെക്കാളും കൂടുതലാണ് എന്ത്? ക്ലാസ് 6-ലുള്ളത്. തിരിച്ചാണ് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ. അടുത്ത എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഹൗ മെനി ഗേൾസ് ആർ ദയർ ഇൻ ക്ലാസ് 7? ക്ലാസ് 7-ൽ എത്ര ഗേൾ ഉണ്ട്? അപ്പൊ ക്ലാസ് 7 നോക്കുക, 3 ഹെഡേ ഉള്ളൂ. 3 into 4 12. കണ്ടോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഏതാണോ വേണ്ടത് അത് മാത്രം ചെയ്താൽ മതി. അതാ ഞാൻ പറഞ്ഞ എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 3 into 4 ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പൊ സിയുടെ ആൻസർ എത്രയാണ്? 12. മനസ്സിലായോ? ഇത്രയും മാത്രമേ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. മനസ്സിലായോ? സോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, നന്നായിട്ട് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ഡൗട്ട് ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം കാണാം. കണ്ടതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ഓക്കെ, നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയേ. ദ സെയിൽ ഓഫ് ഇലക്ട്രിക് ബൾബ്സ് ഓൺ ഡിഫറെന്റ് ഡേയ്സ് ഓഫ് എ വീക്ക് ഈസ് ഷോൺ ബിലോ. ഓക്കെ, ഒരു വീക്കിലെ ബൾബിന്റെ സെയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഏത് തൊട്ടുണ്ട്? മൺഡേ മുതൽ സൺഡേ വരെ കാണിച്ചിട്ടുണ്ട്. ഈ ഓരോ ദിവസവും മൺഡേ എത്ര? 6 ബൾബാണ് സെയിലായത്. നോക്കേണ്ട കാര്യം ഇവിടെ എന്താണ്? ഒരു ബൾബ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ബൾബിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ കാണിച്ചിരുന്ന 6 ബൾബാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ബൾബിന് പകരമാണ് അവിടെ എന്ത് ചെയ്തത്? ഒരു ബൾബ്. നേരത്തെ നമ്മൾ ഗേൾസിന്റെ ചെയ്തില്ലേ? ഹെഡ് ചെയ്തില്ലേ? സെയിം തന്നെയാണ്. അതിൽ ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ 4 ഗേൾസ് ആയിരുന്നു. ഇതിൽ ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ബൾബാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 6 ബൾബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? 6 into 2 ഈക്വൽ ടു 12 ബൾബാണ് അവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ? 8 ബൾബ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? അപ്പോ
8 into 2 എത്രയാ 16 എന്ന് വരും. ക്ലിയർ? സോ ഒരു ബൾബ് എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? 2 ആണ്. 2ന് പകരമാണ് ഇവിടെ എത്ര കൊടുത്തേക്കുന്നത്? ഒരെണ്ണം കൊടുത്തേക്കുന്നത്. അപ്പൊ മൺഡേ ടു സൺഡേ വരെയുള്ള ബൾബിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. സോ ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് എണ്ണം കിട്ടുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ ചെയ്ത കണക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എല്ലാം ചെയ്യുക. ചെയ്തതിന് ശേഷം ഓക്കെ ഞാൻ എഴുതാം. ഓക്കെ, വെനസ്ഡേ എത്രയാണ്? 4 എണ്ണം. അപ്പൊ 4 into 2 ഈക്വൽ ടു എത്രയാ? 8 ആണല്ലോ. എന്തുകൊണ്ടാണ്? ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ 2 ബൾബിന് ഈക്വൽ ആണ്. അടുത്ത എത്രയാണ്? തേഴ്സ്ഡേ 5 എണ്ണമാണ് കൊടുത്തേക്കുന്നത്. സോ 5 into 2 ഈക്വൽ ടു 10. ഇതൊന്നും നിങ്ങൾ എക്സാമിന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഫ്രൈഡേ എത്രയാണ്? 7. സോ 7 into 2 ഈക്വൽ ടു 14. അടുത്ത എത്രയാണ്? സാറ്റർഡേ 4 എണ്ണമാണ്. സോ 4 into 2 8. അടുത്ത എന്താണ്? സൺഡേ 9. 9 into 2 ഈക്വൽ ടു 18. അപ്പൊ ഇത്രയും ബൾബ്, ഇതാണ് എന്ത്? കറക്റ്റ് നമ്പർ ഓഫ് ബൾബ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ഹൗ മെനി ബൾബ്സ് വെയർ സോൾഡ് ഓൺ ഫ്രൈഡേ? ഫ്രൈഡേ എത്ര ബൾബ് എന്ത് ചെയ്തു? അവിടെ സെയില് നടന്നു. ഫ്രൈഡേ എത്ര ബൾബാ സെയിൽ നടന്നത്? 14 ആണല്ലോ. സോ കണ്ടോ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെങ്കിൽ നമുക്ക് ഫ്രൈഡേ മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഇതെല്ലാം എഴുതേണ്ട ആവശ്യമില്ല. ഫ്രൈഡേ നോക്കാം, ഫ്രൈഡേ 7 ബൾബാണ് തന്നേക്കുന്നത്. നമുക്കറിയാം ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിന് ഈക്വൽ ആണെന്ന് അറിയാം. സോ 7 കിട്ടിക്കഴിഞ്ഞാൽ 7 into 2 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. സോ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എത്രയാണ്? 14. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓൺ വിച്ച് ഡേ വേർ ദ മാക്സിമം നമ്പർ ഓഫ് ബൾബ് സോൾഡ്? ഇതിൽ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ബൾബ് അവിടെ സെയിൽ നടന്നത്? നോക്കിയേ, ഏറ്റവും വലിയ നമ്പർ ഏതെന്ന് നോക്കിയാ, അല്ലെ ഇവിടെ നോക്കിയാൽ മതി. എത്രയാണ് ഏറ്റവും വലിയ നമ്പർ? 9 അല്ലേ? അല്ലേ? നോക്കിയേ, 18. 9 ബൾബ്സ് സോൾഡ് ചെയ്തേക്കുന്നത് എന്നാണ്? സൺഡേ. അപ്പൊ ഏത് ദിവസം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എത്രയാ വരുന്നത്? സൺഡേ. എത്രയാണ്? 18. സോ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും 9 ബൾബിൽ ഏറ്റവും കൂടുതൽ 9 into 2 വരും. അപ്പോ 18 സൺഡേ ആണ് കൂടുതൽ സെയിൽ നടന്നേക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓൺ വിച്ച് ഓഫ് ദ ഡേയ്സ് സെയിം നമ്പർ ഓഫ് ബൾബ്സ് വേർ? ഒരേ നമ്പർ, സെയിം നമ്പർ ഓഫ് ബൾബ്സ് സോൾഡ് ചെയ്തത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സെയിം നമ്പർ ഇവിടെ ഏതൊക്കെയുള്ളത്? നോക്ക്, 4 വെനസ്ഡേയും സാറ്റർഡേയും. വെനസ്ഡേ ആൻഡ് സാറ്റർഡേ നോക്കിയാൽ 4 ബൾബ് വീതമാണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്? സെയിൽ ചെയ്ത്. 4 എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര? ടോട്ടൽ 8 ബൾബ്സ് വെച്ചാണ് എന്ത്? വെനസ്ഡേയും സാറ്റർഡേയും. അതും ഇതിന്റെ ആവശ്യമില്ല, ഇവിടെ കൊടുത്തേക്കുന്ന നമ്പർ മാത്രം നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതാൻ പറ്റും. ഇല്ലേ? ഇവിടെയും 4 ഇവിടെയും 4, രണ്ടും ഈക്വൽ നമ്പേഴ്സ് ആണ്. നോക്കി അറിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ വെനസ്ഡേയും സാറ്റർഡേ ആണ് എന്ത്? വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് സെയിം നമ്പർ ഓഫ് ബൾബ്സ് ഇവിടെ സെയിൽ നടന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിയതില് ഓൺ വിച്ച് ഓഫ് ദ ഡേയ്സ് മിനിമം നമ്പർ ഓഫ് ബൾബ്സ് വെയർ സോൾഡ്? മിനിമം, ഇതിൽ ഏതാണ് മിനിമം നമ്പർ? ഏതാണ്? 4 അല്ലേ മിനിമം വന്നേക്കുന്നത്, അല്ലെ? അപ്പൊ ഏതൊക്കെ ദിവസമാണ് മിനിമം നമ്പർ ഓഫ് സെയിൽ നടന്നേക്കുന്നത്? വെനസ്ഡേയും സാറ്റർഡേയും, അല്ലെ? എത്ര? 4th ക്വസ്റ്റ്യൻ അല്ലേ? 4th ക്വസ്റ്റ്യൻ. ഓൺ വിച്ച് ഓഫ് ദ ഡേയ്സ് ദ മിനിമം നമ്പർ ഓഫ് ബൾബ്സ് വെയർ സോൾഡ്? മിനിമം നമ്പർ ഓഫ് ബൾബ് എന്താണ് സെയിൽ ചെയ്തേക്കുന്നത്? ഡി. വെനസ്ഡേ ആൻഡ് സാറ്റർഡേ. വെനസ്ഡേ ആൻഡ് സാറ്റർഡേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് 1 ബിഗ് കാർട്ടൺ ക്യാൻ ഹോൾഡ് 9 ബൾബ്സ്. ഒരു കാർട്ടണില്, അതായത് ഒരു കാർട്ടൺ ബോക്സിൽ എത്ര? 9 ബൾബ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കാർട്ടൺസ് വെയർ നീഡഡ് ഇൻ ദ ഗിവൺ വീക്ക്? ആ വീക്ക് എത്ര കാർട്ടൺ വേണ്ടി വരും എന്നാണ് ചോദിച്ചേക്കുന്നത് ഈ ബൾബിനെ ഹോൾഡ് ചെയ്യാൻ. ഒരു കാർട്ടൺ ബോക്സിന്റെ അകത്ത് എത്രയാണ്? 9 ബൾബാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, ഓർമ്മിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ നമ്പർ, അല്ലെ? എന്താണ് ആ വീക്കിൽ സെയിൽ നടന്ന ടോട്ടൽ നമ്പർ ഓഫ് ബൾബ് കാണണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെല്ലാം കൂടെ ആദ്യം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, ഒന്നുകിൽ നേരത്തെ ഞാൻ ഇവിടെ എഴുതിയത് തന്നെ ആഡ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ടൈമിൽ അത്രയും സമയം കിട്ടില്ല അത് ചെയ്ത് നോക്കി നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ എന്താണോ കൊടുത്തേക്കുന്നത് അതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ എടുത്ത് എഴുതുക. ക്ലിയർ? നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് പഠിച്ചോളൂ. എക്സാമിന് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് വേണം ആൻസർ എഴുതി പഠിക്കാൻ. അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബൾബ് കാണാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ടോട്ടൽ അങ്ങ് എടുക്കാം. എത്രയാ? 9 + 4 13 + 7 20 25 + 4 29 29 + 8 എത്രയാണ്? 29 30 37 + 6 എത്ര കിട്ടും? 43 എന്ന് കിട്ടും. സോ 43 എന്ന് കിട്ടി ടോട്ടൽ. അപ്പൊ 43 ബൾബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം അല്ലേ കാണിച്ചേക്കുന്നത്. സോ 43 എന്ന് പറഞ്ഞാൽ എന്താണ്? × 2 ചെയ്യണം. ഓക്കെ,
8നെ നമ്മൾ എന്ത് ചെയ്തു 8 ബൾബ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് 8 into 2 എന്നാണ്. സോ ടോട്ടൽ 43 എന്ന് പറഞ്ഞാൽ എന്താണ് 43 into 2 എന്നാണ്. ക്ലിയർ? 43 into 2 എത്ര കിട്ടും 86 എന്ന് കിട്ടും. അപ്പൊ ആ വീക്കില് സെൽ ചെയ്ത് എത്രയാണ് 86 ആണ്. ടോട്ടൽ 86 ബൾബാണ്. ഒരു കാർട്ടൺ പെട്ടിയില് 9 ബൾബാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കാർട്ടൺ പെട്ടി എന്നുള്ള ചോദ്യം. ഓക്കെ, ഹൗ മെനി കാർട്ടൺസ് വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് ബൾബിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും 86 by 9, 9 times 81, 5 എന്ന് കിട്ടും. ആണല്ലോ. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 9 കോഷ്യൻ റിമൈൻഡർ ബൈ ഡിവൈസർ. കോഷ്യന്റ് ഇവിടെ എത്രയാണ് 9, ദെൻ റിമൈൻഡർ ഇവിടെ എത്രയാ 5 by 9 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ എത്ര കിട്ടുന്നത് 9 plus here 10 cartons. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര വരും ഇവിടെ 9 5 by 9, ഏകദേശം 9 plus 5 by 9 കൂടെ വേണം. അപ്പൊ ഏകദേശം നമുക്ക് എന്ത് വേണം 10 കാർട്ടൺസ് എങ്കിലും വേണം. നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് എഴുതിയതാണ്. 9 5 by 9 പാർട്ടാണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 10 എന്ന് പറയാം. 10 എങ്കിലും വേണം. ഓക്കെ, എത്ര ഹോൾഡ് ചെയ്യാൻ 86 ബൾബ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഇതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻ ആണ്, പിക്ടോഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നോക്കാം. സോ നോക്കിയേ, 9.1 7th ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ വില്ലേജ് 6 ഫ്രൂട്ട് മർച്ചന്റ്സ് സോൾഡ് ദ ഫോളോയിങ് നമ്പർ ഓഫ് ഫുഡ് ബാസ്കറ്റ്സ് ഇൻ എ പർട്ടിക്കുലർ സീസൺ. എത്രയാണ് 6 ഫ്രൂട്ട് മർച്ചന്റ്സ് സോൾഡ് ചെയ്യുന്ന ഫ്രൂട്ട് ബാസ്കറ്റിന്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്തിന് ഇത്ര എണ്ണത്തിന് ഈക്വൽ ആണ്, 100 ഫ്രൂട്ട് ബാസ്കറ്റിന് ഈക്വൽ ആണ് ഒരെണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, സോ റഹീമിന്റെ അടുത്ത് എത്രയാണുള്ളത്, കൗണ്ട് ചെയ്ത് നോക്കുക. എത്രയാണ് 4 ഫ്രൂട്ട് ബാസ്കറ്റ് ആണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ളത്. അപ്പൊ ടോട്ടൽ നമ്പർ എത്രയാണ് 100 into 4 ഈക്വൽ ടു എത്രയുണ്ട് 400 ഫ്രൂട്ട് ബാസ്കറ്റ് ആണ് ആരുടെ കൈവശം ഉള്ളത്, റഹീമിന്റെ ആണല്ലോ. അതുപോലെ എല്ലാവരുടേതും എന്താണ് 6 into 100, 7 into 100, 10 into 100, 8 into 100, 5 into 100. അത്രയും നമ്പർ ഓഫ് ഫ്രൂട്ട് ബാസ്കറ്റ് ആണ് ഇവരുടെ ഓരോരുത്തരുടെ കയ്യിലും ഉള്ളത്. അപ്പൊ നമുക്കൊന്ന് എഴുതി വെക്കാം. എന്താണ് ലഖൻപാലിന്റെ കയ്യിലുള്ള എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ബാസ്കറ്റ് അയാളുടെ കയ്യിൽ 6 എണ്ണമാണ്. ഒരെണ്ണം എത്ര എണ്ണത്തിന് ഈക്വൽ ആണ്, 100 എണ്ണത്തിന് ഈക്വൽ ആണ്. സോ 6 എണ്ണം എന്ന് പറയുമ്പോൾ എന്ത് വരും 100 into 6 എത്ര വരും 600 ആണല്ലോ. അടുത്ത എന്ത് വരും 100 into 7 എത്ര വരും 700. അടുത്തത് 10 into 100 എത്ര വരും 1000. ദെൻ അടുത്ത രഞ്ജിത് സിംഗിന് എത്രയാണ് 8 എണ്ണം അല്ലെ. അപ്പൊ 100 into 8 ഈക്വൽ ടു 800. ലാസ്റ്റ് വൺ ആരാണ്, ജോസഫിന്റെ കയ്യിൽ വെച്ച് എത്രയാണുള്ളത് 5 ബാസ്കറ്റ് ആണുള്ളത്. സോ 100 into 5 ഈക്വൽ ടു 500. നിങ്ങൾ എല്ലാം എഴുതേണ്ട ആവശ്യമില്ല, റെഫറൻസിന് വേണ്ടി ഞാൻ എഴുതുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദിസ് പിക്ടോഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് വൺ ഇതാണ്. വിച്ച് മർച്ചന്റ് സോൾഡ് ദ മാക്സിമം നമ്പർ ഓഫ് ബാസ്കറ്റ്. ഏറ്റവും കൂടുതൽ ബാസ്കറ്റ് സോൾഡ് ചെയ്തത് ഇവിടെ ആരാണ്, കാണുമ്പോൾ തന്നെ അറിയാം ആരാണ്. ഏറ്റവും വലിയ നമ്പർ 1000 ആണ്. ഏറ്റവും കൂടുതൽ ബാസ്കറ്റ് എത്ര വിറ്റേക്കുന്ന ആരാണ്, മാർട്ടിനാണ്. ബാക്കി എല്ലാവരും നോക്കിയേ 4 6 7 10 8 5. അപ്പൊ 10 അല്ലേ വലിയ നമ്പർ. സോ മാർട്ടിനാണ് എന്ത് ചെയ്തേക്കുന്നത്, ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് ബാസ്കറ്റ് സെൽ ചെയ്തേക്കുന്നത് ആരാണ് അല്ലെ, സെൽ ചെയ്തേക്കുന്ന ആരാണ് ഇവിടെ, മാർട്ടിനാണ്. സോ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്താണ്, മാർട്ടിൻ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി ഫ്രൂട്ട് ബാസ്കറ്റ്സ് വെയർ സോൾഡ് ബൈ അൻവർ. അൻവർ എത്ര ഫ്രൂട്ട് ബാസ്കറ്റ് സെൽ ചെയ്തു, അൻവറിന്റെ എത്രയാണ് 7 എണ്ണം. സോ ടോട്ടൽ എത്രയാണ് 700. സോ 700 ഇസ് ദ ആൻസർ. മനസ്സിലായല്ലോ. ഓക്കെ, സി നോക്കിയേ, ദ മർച്ചന്റ്സ് ഹു ഹാവ് സോൾഡ് 600 or more number of baskets are planning to buy a garden. ഓക്കെ, 600 മേളിലോ എന്ത് ഫ്രൂട്ട് ബാസ്കറ്റ് വിറ്റ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത സീസണിൽ വേണ്ടിയിട്ട് ഗോഡൌൺ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെ ആയിരിക്കും, 600 600 മുകളിലും. നോക്കിയേ ഇവിടെ ആരാണ്, അതെ 600 മുകളിൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട് 700 800 1000 ആണല്ലോ. 600 മുകളിൽ ഇവിടെ രണ്ടും 400 500. അപ്പൊ 600 മുകളിലുള്ള ആരൊക്കെയാണ്, അപ്പൊ 600 600 മുകളിൽ. അപ്പൊ സോ ലഖൻപാൽ, പിന്നെ ആരാണ് അൻവർ, മാർട്ടിൻ ആൻഡ് രഞ്ജിത് സിംഗ്. ഇവർ 4 പേരുമാണ് എന്ത് അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഗോഡൌൺ വാങ്ങാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. മനസ്സിലായോ ആരൊക്കെയാണ്. സോ 3 പേരാണോ, അൻവർ,
ഓക്കെ, അൻവറിന് എത്രയാണ് വന്നിരിക്കുന്നത്? 700 അല്ലേ? അൻവർ, മാർട്ടിൻ ആൻഡ് രഞ്ജിത് സിംഗ് 600ന്റെ വേണത മാത്സ്. സോ 600 ഓർ മോർ, 600 അതിനേക്കാളും കൂടുതലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 600 നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ ലഖൻപാൽ, അൻവർ, മാർട്ടിൻ ആൻഡ് രഞ്ജിത് സിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് സീസണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗോഡൌൺ വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? സോ ഇത്രയും ക്വസ്റ്റൻ ആണ് നമ്മുടെ 9.1 ഇനി നമുക്ക് വരുന്ന എന്താണ്, പിക്ടോഗ്രാം വരയ്ക്കേണ്ടത് എങ്ങനെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ, പിക്ചർ വരച്ചു കൊടുക്കുക. ഇത്രയും നേരം എന്താ, പിക്ചർ തന്നിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് എഴുതിയിട്ട് ബാക്കി ചെയ്താൽ മതിയായിരുന്നു. ഇനി അങ്ങനെയല്ല, അടുത്ത ടോപ്പിക്കാണ്. പിന്നെ ഒരു 2 ടോപ്പിക്കും കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്റർ അങ്ങ് കഴിയും. ഓക്കെ, അതിൽ ബാർ ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. 2 എക്സസൈസും കൂടെ മാത്രമേ ഉള്ളൂ. സോ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. നന്നായിട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയിട്ടില്ല, വരച്ചിട്ടില്ല. സോ വരയ്ക്കാത്തതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യാം, അതിൽ നോക്കി തന്നെ എഴുതണം. കൈ വെച്ച് തന്നെ പോയി എഴുതുക. അപ്പൊ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യുക, കമന്റ് ചെയ്താൽ മതി. പിന്നെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സെക്കൻഡ് പാർട്ട് കാണാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.